ഗായ്സ് അപ്പോൾ നമ്മളങ്ങനെ എണീച്ചിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും വെൽക്കം ടു ട്രെക്സ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് ഇന്ന് നമ്മൾ GTA 5 ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗൈസ് മൈക്കിൾ നമ്മളോട് വിളിച്ചു പറഞ്ഞേക്കുന്നത് ലോസ് ആൻഡോസിലൊരു ലക്ഷറി ഹൗസ് ഉണ്ട്. അപ്പം അവിടെ ഇന്ന് എല്ലാവരും എവിടെയോ പോയേക്കാണ് ഗൈസ്. അപ്പം ഇന്ന് നമുക്ക് അവിടെ ഒരു സൂപ്പർ സ്പോർട്സ് കാറുണ്ട്. അത് നമ്മളോട് നൈസിൽ അങ്ങ് സ്റ്റീൽ ചെയ്യാനാണ് ഗൈസ് മൈക്കിൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് എവിടെയാണെന്നറിയില്ല. എന്തായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു ലക്ഷറി ഹൗസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. മാപ്പിൽ നമുക്കത് നോക്കുവാണെങ്കിൽ ഏകദേശം അത് ഇവിടെയായിട്ട് വരുമെന്നാണ് മൈക്കിൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ വേ പോയിൻ്റ് വെച്ചേക്കാം. അപ്പം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു കിടിലൻ കാറുണ്ടെന്നാണ് പറയുന്നത്. അവിടെ ഇന്ന് ആരും കാണില്ല, പക്ഷേ സെക്യൂരിറ്റി ഉണ്ടെന്നാണ് മൈക്കിൾ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ചോപ്പ് ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. ഏത് കാറാണെന്നൊന്നും അറിയില്ല, പക്ഷേ കിടിലൻ കാറാണെന്നാണ് മൈക്കിൾ പറഞ്ഞത്. നല്ല വാല്യൂ ഉള്ളൊരു കാറാണ്. നമുക്ക് തൽക്കാലം ഒരു മാസത്തേക്ക് നമ്മുടെ കയ്യിൽ വെക്കാമെന്നാണ് മൈക്കിൾ പറഞ്ഞത്. അത് കഴിഞ്ഞത് എന്തായാലും നമുക്ക് വിൽക്കണം, അങ്ങനെയാണ് സംഭവം. അപ്പം അതിനു മുമ്പ് നമ്മളെന്തായാലും ഒരു കാറ് വാങ്ങണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു മാസത്തേക്ക് നമുക്കത് ഓടിക്കാമല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും അത് പോയി എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ചോപ്പ് അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്കിനി എന്തായാലും നമ്മുടെ കാറ് വേണ്ട, നമുക്ക് ബൈക്കിൽ പോകാം ഗൈസ്. നമ്മൾ എന്തായാലും അവിടെ ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് ബൈക്കിൽ കയറാം. ഗൈസ്, ഫ്രാങ്കിളിൻ്റെ ബൈക്ക് ഇതാണ്. നമ്മൾ തിരിച്ചൊരു നല്ല കിടിലം വണ്ടിക്കായിരിക്കും, ഉറപ്പാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് വെച്ച് പിടിക്കാം ഗൈസ്. അപ്പോൾ ഗൈസ്, ഇവിടെയായിട്ടാണ് നമ്മുടെ ലൊക്കേഷൻ കാണിക്കുന്നത്. ഈ വീടാണെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ബൈക്ക് ഇവിടെ വെച്ചിരിക്കാം, ഇല്ലെങ്കിൽ പണിയാവും. അപ്പോൾ നമുക്ക് എന്തായാലും ബൈക്ക് ഇവിടെ വെച്ചിരിക്കാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി എങ്ങാനും നമ്മുടെ ഈ വണ്ടി എടുത്ത് വരുമ്പോൾ നമുക്ക് ആ വണ്ടി എടുക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ആ വീടിൻ്റെ ഉള്ളിലോട്ട് കയറാം. ഇപ്പോൾ ഇവിടെ സെക്യൂരിറ്റിയൊക്കെ കുറവാണ്, പക്ഷേ വണ്ടീൻ്റെ അടുത്ത് ഉണ്ടാകുമെന്നാണ് മൈക്കിൾ പറഞ്ഞത്. അപ്പോൾ ഇവരെല്ലാം കൂടെ വേറെ എവിടെയോ പോയേക്കുവാണ്. അതെവിടെയാണെന്ന് നമുക്കറിയില്ല, പക്ഷേ ഇവരിപ്പോൾ വീട്ടിലില്ലാത്തതുകൊണ്ടാണ് മൈക്കിൾ നമ്മൾ വിളിച്ചത്. ഇപ്പം എന്തായാലും നമ്മുടെ വണ്ടി മോഷ്ടിക്കാൻ പറ്റിയ സമയമാണ്. അപ്പോൾ ഗൈസ്, അവിടെ കുറച്ച് പേര് നിൽക്കുന്നത് നമ്മൾ കണ്ടില്ല. നമുക്ക് വേഗം കവർ എടുക്കാം. പൊട്ടന്മാർ നേരെ നോക്കി നിൽക്കുവാണ്, എന്തോ സ്റ്റാച്ചു വെച്ച പോലെ. അപ്പോൾ നമുക്ക് എന്തായാലും കവർ എടുക്കാം. അപ്പോൾ നമുക്ക് ഗണ്ണ് മാറ്റിയേക്കാം ഗൈസ്. ഒരു നല്ല ഗണ്ണെടുത്ത് വേഗം ഇവന്മാരൊക്കെ വെടിവെച്ച് അങ്ങ് തീർക്കാം ഗൈസ്. അപ്പം ഒരുത്തനെ വെടിവെച്ചിട്ടുണ്ട്, പക്ഷെ അപ്പോൾ ഈ പൊട്ടന്മാർ കയ്യിൽ ഗണ്ണില്ല എന്നാണ് ഗൈസ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. നല്ല കിടില ഒരു ലംബോർഗിനിയാണ് ഗൈസ്. നല്ല കിണ്ണം കളറാണ് ഗൈസ് ഇതിൻ്റെ. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ട്. അപ്പോൾ നമ്മളെന്തായാലും വണ്ടി കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കോപ്പ് ലെവൽ 4 കിട്ടിയിട്ടുണ്ട്. നമ്മൾ പെട്ടു എന്നാണ് തോന്നുന്നത്. ഞാൻ അപ്പോഴേ വിചാരിച്ചു ഗൈസ്, ഇത്രയും നല്ല വണ്ടി ഇങ്ങനെ സെക്യൂരിറ്റി ഒന്നും ഇല്ലാണ്ട് വെക്കുമെന്ന്. അപ്പോൾ ഇതെടുത്ത പാടെ എങ്ങനെയായാലും പോലീസ് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫുള്ള് പോലീസിൻ്റെ വിളയാട്ടമായിരിക്കും. ഹെലികോപ്റ്ററിൽ വരെ വരും. ഇതാ ഗൈസ്, നമ്മുടെ മുമ്പിൽ തന്നെ ഒരു പോലീസുണ്ട്. പക്ഷേ നമ്മുടെ ഈ വണ്ടീൻ്റെ പവർ ഗൈസ് നോക്ക്, നല്ല കിടിലം പോലെ സ്പീഡാണ് ഗൈസ്. എന്തായാലും ഒരു 200-ന് മേലെ ഇതിന് സ്പീഡുണ്ടെന്നാണ് തോന്നുന്നത്. കൺട്രോൾ പോലും കിട്ടുന്നില്ല, അത്രയ്ക്ക് സ്പീഡാണ് ഗൈസ്. അപ്പം നമ്മൾക്ക് ചുറ്റും ഫുള്ള് പോലീസാണ്. അപ്പോൾ എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടും? അപ്പോൾ എങ്ങനെയായാലും നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട്, ചുറ്റും പോലീസാണ്. നമ്മളിത് ഒറ്റ വണ്ടി ഉള്ളതുകൊണ്ട് ഇത്രയും കഷ്ടപ്പാടാണ്. അപ്പം കുറേ വണ്ടി ഉണ്ടായിരുന്നു നമ്മൾ ചത്തുവെന്ന് വിചാരിച്ചാൽ മതി. അപ്പം എന്തായാലും ഗൈസ് ഫുള്ള് പോലീസാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത് പുറത്ത് നമ്മുടെ മണ്ടയൊക്കെ കയറിയിരിക്കുന്നത് ചാവട്ടെ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും മേലോട്ട് പോവാം. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ല. നമുക്ക് എവിടെയെങ്കിലും ഇവർ കാണാണ്ട് ഒളിച്ച് നിന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഈ കോപ്പ് ലെവലിൽ തന്നെ പോയിക്കോളും. അപ്പം നമ്മുടെ കോപ്പ് ലെവൽ ഇപ്പോഴും 4 തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ പോലീസുകാർ കാണാത്ത ഏതെങ്കിലും സ്ഥലത്ത് പോകണം. ഇപ്പോൾ എല്ലായിടത്തും പോലീസ് വണ്ടിയുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയോ പോലീസിനൊക്കെ വെട്ടിച്ച് പോകുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അതുകൂടെ നിൽക്കും. ഗൈസ്, ഒന്ന് ക്രാഷായി. നമ്മുടെ വണ്ടി അവിടെ എത്തുന്നതിന് മുമ്പ് ചത്തിട്ടുണ്ടാകുമെന്നാണ് തോന്നുന്നത്. നമുക്കിതൊന്നുകൂടെ ഒന്ന് റിപ്പയർ ചെയ്യണം. അപ്പോൾ നമ്മളങ്ങനെ എന്തായാലും നല്ല ഡ്രിഫ്റ്റൊക്കെ അടിച്ചതാ ഒന്ന് വീണിട്ടുണ്ട്.
അപ്പോൾ നമ്മളെന്തായാലും നല്ല ഫുൾ സ്പീഡ് എടുത്ത് നമ്മൾ എങ്ങോട്ടെങ്കിലും പോയി കുറച്ച് നേരം ഒളിച്ച് നിന്നാൽ നമ്മൾ ചിലപ്പോൾ രക്ഷപ്പെടുമായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ പറപ്പിച്ച് വിടാം ഗൈസ്. അപ്പം നമ്മൾ ഏതോ റോഡ് കയറിയിട്ടുണ്ട്. നമുക്ക് ഫ്രാങ്കിളിൻ്റെ വീട്ടിൽ പോയാൽ മതി എന്ന് തോന്നുന്നു. പക്ഷേ ഫ്രാങ്കിളിൻ്റെ വീട്ടിലായാലും പോലീസ് വരും. അപ്പോൾ എങ്ങോട്ടെങ്കിലും ഏതെങ്കിലും കാട്ടിൽ പോയി ഒളിച്ചിരിക്കുകയാണ് നമ്മുടെ പ്ലാന്. അപ്പോൾ നമുക്ക് എന്തായാലും എങ്ങോട്ടെങ്കിലും വെച്ച് പിടിക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് ഇങ്ങനൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്കങ്ങനെ നമ്മുടെ വാണ്ടർ ലെവലിൽ പോയി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ വണ്ടി നമുക്ക് നേരെ ഫ്രാങ്കിളിൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോയി അവിടുത്തെ സേഫിലാക്കി വെക്കണം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കളറൊക്കെ മാറ്റണം, ഇല്ലെങ്കിൽ പോലീസ് പിന്നെയും പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഫ്രാങ്കിളിൻ്റെ വീട്ടിലോട്ട് പോകാം. വണ്ടി ഫുൾ ആക്സിഡൻ്റ് ആണ്. നമുക്കിത് എന്തായാലും ഇത് റിപ്പയർ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് നേരെ ഇപ്പോൾ എന്തായാലും ഫ്രാങ്കിളിൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ് സേഫ്. ഫ്രാങ്കിളിൻ്റെ വീട്ടിൽ പോയിട്ട് നമുക്കിതെന്തായാലും നമുക്കെന്തായാലും ഇത് ഫ്രാങ്കിളിൻ്റെ വീട്ടിൽ വെച്ചിരിക്കാം. എന്നിട്ട് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ ഇത് നമുക്ക് പോയിട്ട് പ്രിപ്പയർ ചെയ്തായിരിക്കും നല്ലത്, ഇല്ലെങ്കിൽ വീഡിയോയിൽ ലെങ്ത് കൂടും. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഫ്രാങ്കിളിൻ്റെ വീട്ടിൽ വെച്ചേക്കാം. ഫ്രാങ്കിളിൻ്റെ വീട്ടിലാകുമ്പോൾ സേഫാണ്. ഈ മലയൊക്കെ ഒന്ന് കയറി പോലീസ് വരുമെങ്കിലും അത്ര കണ്ടുപിടിക്കാൻ അത്ര ചാൻസ് കുറവാണ്. അപ്പോൾ നമ്മുടെ ഫ്രാങ്കിളിൻ്റെ വീട് വരെ ഇങ്ങനെ എത്താറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ എന്തായാലും ഫ്രാങ്കിളിൻ്റെ വീട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ വെച്ചിരിക്കാം. അപ്പോൾ ഗായ്സ് അങ്ങനെ രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ നമ്മൾ ശരിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയാൽ തീ പോലെ ഇവിടെ കിടപ്പുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ബൈ ഗൈസ്. ഞാനും ചോപ്പോട് ഒന്ന് കറങ്ങിയിട്ട് വരാം.